നമ്മുടെ ലൈഫിലൊക്കെ പലപ്പോഴും നമ്മൾ ആങ്ഷ്യസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവാറുണ്ട്. ആ സമയത്തൊക്കെ രണ്ട് രീതിയിലാണ് സൈക്കോളജിക്കലി അത് വർക്ക് ചെയ്യുക. അതായത് ഒന്നെങ്കിൽ നമ്മൾ ആ ഒരു ആങ്ഷ്യസ് ഫീലിങ്സിനെ റെസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും അതായത് കൂടുതലായിട്ടും നമ്മൾ എല്ലാവരും അതിനെ റെസിസ്റ്റ് ചെയ്യലാണ്, ആരും അധികം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാറില്ല. പക്ഷെ നമ്മളെപ്പോഴും അതിനെ അക്സെപ്റ്റ് ചെയ്യലാണ് അതിന്റെ ശരിയായ രീതി. റെസിസ്റ്റ് ചെയ്യുക ഇൻ ദ സെൻസ്, ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂക്കൊക്കെ പോവാണ്, അപ്പൊ ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് പേടിയുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എങ്ങനെയായിരിക്കും, അയ്യോ ഞാൻ പേടിച്ചാൽ എങ്ങനെ ശരിയാവുക, എനിക്ക് എന്റെ കൈയും കാലും വിറക്കുന്നു, എന്തൊക്കെയോ തോന്നുന്നു, ഇതെങ്ങനെയാ ഞാൻ അവരുടെ മുന്നിൽ കാണിക്കുക, ഞാൻ ചിരിച്ചു നിൽക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ എന്താണോ നടക്കുന്നത് അതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് നമ്മളോടും നമ്മൾ റെസിസ്റ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ മുന്നിലും നമ്മൾ ഫേക്കായി നിൽക്കുകയാണ്. അങ്ങനെയല്ല ആ സിറ്റുവേഷനെ നേരിടേണ്ടത്. പകരം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനൊരു ഇന്റർവ്യൂവിന് പോവാണ്, ഇതെന്റെ ലൈഫിൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സ്വാഭാവികമായിട്ടും എനിക്ക് കുറച്ച് നെർവസ്നെസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് എന്റെ ഹാർട്ടൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ബംപ് ചെയ്യുന്നത്, എനിക്ക് ഹൃദയമിടിപ്പൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കൂളാവും. ഇതെല്ലാവർക്കും ഇങ്ങനത്തെയാണ്, എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഫീലിങ്സും ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ട്. എന്റെ ടേൺ ആവുമ്പോഴത്തേനും ഞാൻ കൂളാവുമായിരിക്കും. അങ്ങനെ നമ്മളോട് തന്നെ ആ ഒരു ഫീലിങ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്നാലും നമുക്ക് ആ ഒരു ആങ്ഷ്യസ് ഫീലിങ്സിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ.